ആരും ഉണ്ടാവില്ല മാക്സിമം ശബ്ദം ഈ ശബ്ദം മാക്സിമം എടുക്കുമ്പോൾ പവറും കൂടിയാണ് ആ പവറിലാണ് ഞങ്ങൾ പഠിപ്പിച്ചു വിട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാതിരുന്നിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം പരിശീലിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് സമയത്ത് മതി ഞങ്ങൾക്ക് പഠിപ്പിച്ചത് 2 മണിക്കൂർ 20 മണിക്കൂർ വരെ ഒരു 6 ലെവലായിട്ട് പഠിക്കും. 10 ലെവലാണെങ്കിൽ ഒരു 6 ക്ലാസ് കൊടുക്കും. കുറച്ച് തെറ്റിൽ പഠിപ്പിച്ചത് അതിൻ്റെ കൂടെ എക്സസൈസ് പഠിച്ചൊക്കെ 20 മണിക്കൂർ തന്നെയാണ് ഫുള്ള് 13 ഇവൻറ്റ് പഠിപ്പിക്കും. അപ്പോൾ അത്രയും ഇവൻറ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ തോന്നില്ല. നല്ല പഠിക്കും. ഈ പിടുത്തം വിട്ടാൽ നമ്മൾ രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. 100 വിട്ടാണ് ഇങ്ങോട്ടും അടിച്ചും പിടിക്കും ഒന്നും നിൽക്കത്തില്ല. വിടുക, ഓടുക. അപ്പോൾ ആ പിടുത്തം എന്തായാലും കണ്ണി കുത്തുമ്പോൾ വിടും. അതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്തത് ചെവി നോക്കിയടിക്കും. മൂക്കൊക്കെ നല്ല വീക്കപ്പാട്ട് റിസൾട്ട് ഉള്ളതാണ്. വീട്ടിൽ പോയി ഒരാൾ പോയി ഹസ്ബൻഡിനെ പിടിച്ചിട്ട് മൂക്കിന്റെ പാല ഓടിക്കും. വീട്ടിൽ പ്രയോജനമുള്ളതല്ല. ഒരാളുടെ വീക്കപ്പാകമൊക്കെയാണ് കേട്ടോ. ഒന്നും ഒരു കരാട്ടയും പഠിച്ചിട്ടില്ല. ഒരു ആയുധം ഇല്ലെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. ഫ്രീ ആണ്. സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. പോലീസുകാരുള്ള പറഞ്ഞത് 20 മണിക്കൂറാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് സമയത്ത് നമുക്ക് ചെയ്തു തരും. എല്ലാ ജില്ലയിലും 4-5 പോലീസ് സ്ഥാപനങ്ങളാണ്. പേടിയുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാവും. വേറൊന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ പേടിയുണ്ടാവും. എന്നാലും ഏതെങ്കിലും 2 പേരിൽ ഇളക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലപോലെ ഇളക്കിയെടുക്കുക. നമ്മളൊരു തീരുമാനത്തെ പോരാട്ടാണല്ലോ. പുറകോട്ടൊന്നും കൊടുത്ത് വിട്ടാൽ അപ്പോഴേ ഓടും. പിന്നെ അയാളുടെ വിരലൊടിഞ്ഞോ അയാൾക്ക് എന്ത് പറ്റിയെന്ന് നോക്കി നമ്മൾ നിൽക്കും. ഇനി അഥവാ ഇത് മറന്നു പോയെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം. എൻ്റെ ഈ എൽബോ നല്ല സ്ട്രോങ് ആണെങ്കിൽ വിട്ടാൽ അപ്പോഴേ ഓടും. ഇത് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ കട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. എനിക്കറിയാം. അപ്പോൾ ഈ കൈ അടിക്കുന്ന അതേ സെക്കൻഡിലാണ് ഈ കൈ വിടും. സെയിം പൊക്കമാണെങ്കിൽ നേരെ മുന്നിലേക്ക് നായിക ഒരു ഒച്ചയിടും. ഇനി അതും അല്ലെങ്കിൽ ഇയാൾക്ക് ബുദ്ധി ഉണ്ടാകുമല്ലോ. അയാൾ അങ്ങോട്ട് എറിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടോടും. കാരണം പൊങ്ങി വന്ന സമയം കൊണ്ട് എന്നെ പിടിക്കാൻ ഇടവരുത്തും. അവർക്ക് ചെറിയൊരു ടിപ്സും കൂടിയാണ്. അയാൾ താഴെ വീഴുന്ന അതേ സെക്കൻഡിന് നമ്മൾ ഓടിക്കോളും. ഇവിടെ സമയം ഇനി അഥവാ മുടി ഇല്ലെങ്കിലോ ഇങ്ങനെ ചെവിച്ച് പിടിക്കുക. ഇനിയിപ്പോൾ ഈ കണ്ണുണ്ടല്ല ഒന്നും വേണ്ട, പേടിച്ച് പോയിട്ടോ ഒന്ന് എടുക്കുമ്പോഴേ നമ്മൾ മൂക്കൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ് കേരള പോലീസ് വഴി നമ്മൾ നടപ്പാക്കുന്നത്. എവിടെയെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായി പോയി കിടങ്കിൽ നമ്മളുടെ കുട്ടികളോ നമ്മളുടെ സ്ത്രീകളോ ഒക്കെ എവിടെയെങ്കിലും ഒറ്റയ്ക്കായി പോയി ഒരു ആക്രമണ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ വേറെ ആരും നമ്മളുടെ രക്ഷയ്ക്കായിട്ട് വരുന്നില്ല എന്നൊരു ആ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ പ്രതികരിച്ച് രക്ഷപ്പെടാമെന്നുള്ളൊരു പ്രോജക്റ്റാണ്. വലിയ കരാട്ടെ കുങ്ഫു ഒന്നുമല്ല. അതിനകത്ത് നിർത്തുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഏകദേശം 7 വയസ്സ് തൊട്ട് ഒരു 75 വയസ്സ് വരെ പ്രായമുള്ള, അതായത് നിവർന്ന് നിൽക്കാൻ ത്രാണിയുള്ള ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന പെൺകുട്ടികളെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് നടപ്പാക്കുന്നത്. 2 മണിക്കൂർ തൊട്ട് 20 മണിക്കൂർ വരെ 6 ലെവലുകളായിട്ടാണ് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. തികച്ചും ഫ്രീ ആണ്. സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്.
ഞാൻ രഞ്ജിത്ത്, കുടുംബശ്രീയുടെ ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ്. ഇത് എൻ്റെ കേരളത്തിൻ്റെ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നുള്ള വനസുന്ദരി ചിക്കൻ എന്ന വിഭവത്തിൻ്റെ മുന്നിലാണ്. കാടിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രത്യേകതരം മസാലകൾ ശേഖരിച്ച് ആ മസാല കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകതരം വിഭവമാണ് വനസുന്ദരി ചിക്കൻ. ആലപ്പുഴയിൽ തന്നെ മുമ്പ് ചെങ്ങന്നൂരിൽ നടന്ന സരസ്മേളയിൽ റെക്കോർഡ് വിറ്റുവരവ് നേടിയ ഒരു ഐറ്റമാണ് വനസുന്ദരി ചിക്കൻ. അന്ന് പോലീസിനെ ഉപയോഗിച്ചാണ് നമ്മൾ ആളുകളെ നിയന്ത്രിച്ചിരുന്നത്. ഇന്നാണിപ്പോൾ വനസുന്ദരി ചിക്കൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളത്. കൂടാതെ മറ്റ് വിവിധങ്ങളായ വിഭവങ്ങൾ, നമ്മുടെ കേരളത്തിന് തനിമയാർന്ന വിവിധങ്ങളായ വിഭവങ്ങൾ ഈ ഫുഡ് കോർട്ടിൽ ലഭ്യമാണ്. മുഴുവൻ പേരും ഇവിടെ വന്ന് ഈ വിഭവങ്ങൾ ആസ്വദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ വെല്ലുവിളികൾ ഒന്ന് അനുഭവവേദ്യമാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സാമൂഹ്യനീതി വകുപ്പാണ് ഇത് അവതരിപ്പിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ പേര് അകക്കാഴ്ച എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. പിള്ളേർ ഇത്രയും പേരുണ്ട്. എങ്ങനെയുണ്ട് അതിനകത്ത് കയറിട്ട്? എങ്ങനെയുണ്ട്? പേടിയുണ്ടായിരുന്നോ? പേടി